എന്റെ പേര് കുര്യഞ്ചിയ മാധവനാണ്. ഞാൻ കുട്ടനാട്ടിലാണ് വീട്. ഞാനൊരു കോൺഗ്രസ് കുടുംബാംഗമാണ്. ഞാൻ കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF ബോർഡ് മെമ്പറായിട്ട് ഇരുന്നുണ്ട്. ഞാൻ 23 വർഷം കുട്ടനാട്ടിലെ പൊതുരംഗത്ത് ശക്തമായിട്ടുള്ളതാണ്. എനിക്ക് KC വേണോലെ വർഷങ്ങളായിട്ട് അറിയാം. വെറും തട്ടിപ്പ് സമരമാണ് കൊടിക്കുന്ന സുരേഷും KC വേണോലും ആന്റോ ഉൾപ്പെടെ വെറും കാണിക്കുന്നത്. നമ്മുടെ കൃഷിക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. ഈ കുട്ടനാട്ടിൽ നെല്ലിന്റെ വില കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ നെല്ലിന്റെ വിലയിട്ട് ഒരു രാഷ്ട്രീയക്കാർ ഇട വന്നപ്പോ ഞാൻ നടത്തുന്ന കുട്ടനാട് നേടി സംഘടന ഞങ്ങൾ സമരം ഇടുന്നു. ഞാൻ 50 ദിവസമാണ് എന്നെ ജയിലിൽ പിടിച്ച് കിടന്നത്. 50 ദിവസം നടത്തി. എന്ത് കോൺഗ്രസ്സുകാർ എന്ത് ഇറങ്ങിയില്ല? KC വേണോല് 29 പഞ്ചായത്ത് വിശാലമായി കുട്ടനാട് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്തുകൊണ്ട് കേസ് ഇറങ്ങിയില്ല? കുടിക്കുന്നത് ഉദ്ദേശിച്ച് തട്ടിപ്പ് സമരം നടത്തി എന്തുകൊണ്ടായി? അതോടൊപ്പം തന്നെ 2 കൃഷിക്കാർ ആത്മഹത്യ കുട്ടനാട്ടിൽ 2 കൃഷിക്കാർ ആത്മഹത്യ. അത് ഈ വർഷം വന്നു. ഇപ്പൊ നോക്കിയേ, 1 മാസമായിട്ട് നെല്ലിന് വില കൊടുത്തു. 1 മാസമായിട്ട് നിങ്ങൾ ഓർത്തോക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1 മാസം വലിയ വിഷയമായി. ഇപ്പൊ ഇലക്ഷൻ ടൈമാണ്, എന്നിട്ട് നെല്ല് കിട്ടുന്നില്ല. പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞാൽ കുടിവെള്ളം പുളുങ്ങുന്ന കിട്ടുന്നില്ല. പുളുങ്ങുന്ന കാവാലം നീരമ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? പാവങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ആഴ്ചയിലെ വെള്ളം കുടിച്ച് ക്യാൻസറിന്റെ വക്കിൽ നിൽക്കുന്നത്. എത്ര മുമ്പ് ഇലക്ഷൻ ടൈമായിട്ട് നമുക്ക് വിഷമിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു സാമ്പത്തിക വീട്ടിലാണ്. എനിക്ക് ഇവിടെ ഒന്ന് കിടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരുടെ ശബ്ദമായി ഇവിടെ വന്ന് മനസ്സിലാക്കേണ്ട എല്ലാവരും അറിയിക്കേണ്ട തോന്നുന്നു എനിക്കുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്നലെ NDA സ്ഥാനാർത്ഥി മാഡം ഇവിടെ വന്നു. ഇവിടെ വന്ന് ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്ന് കണ്ടു. അതോടൊപ്പം KC വേണോന്ന് ഞാൻ കണ്ടു. KC വേണോ എനിക്ക് പൊക്കി കാണിച്ചു. KC വേണോ ഇന്നലെ വരെ വാട്സപ്പിൽ അയച്ചു നോക്കിയാൽ അദ്ദേഹത്തെ മാറിയുണ്ടെങ്കിൽ അതേ ഇവിടെ വരാമായിരുന്നു. അപ്പൊ കുട്ടനാട് പുച്ഛമാണ്. എന്നാൽ ഇപ്പൊ എല്ലാം ബൂത്തിലും പുള്ളിക്കാൻ ലക്ഷക്കണക്കിന് കോടി അറിഞ്ഞിരിക്കുക. നാളെ വരെ പുള്ളിക്ക് മത്സരിക്കാൻ പുള്ളി ഗുജറാത്ത് അവിടെ MP സ്ഥാനം അതിനായിക്കോട്ടെ കാര്യമുണ്ടോ? MP അവിടെ പുള്ളിക്കൂടെ ഷാനി മോസ്മാൻ ഉണ്ട്, MP ലിജു ഉണ്ട്. അവിടെ എത്ര പേർക്ക് ഇവിടെ കൊടുക്കാമായിരുന്നു? നാണമില്ലാത്ത പുള്ളി ഇപ്പൊ അവിടെ നിൽക്കുന്നു. അത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ നാശത്തിന്റെ വകയിലെത്തിരിക്കുന്ന ഇപ്പൊ KC വേണോലെ കാണുന്നത്. നമുക്കെല്ലാം വിഷമമുണ്ട്. ഇപ്പൊ രമേശ് എടുത്തില്ല. ഇപ്പൊ തന്നെ BD സതീശൻ എന്താണ് ഇവരൊക്കെ കാണിച്ചു വെക്കുന്നത്? നമ്മുടെ കോൺഗ്രസ് ഇതാണ്. നമുക്കിപ്പോ ഏത് പാർട്ടി പോകണമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, KC വേണോ ഞാൻ പറഞ്ഞില്ലേ, കുട്ടനാടിന്റെയും ശാപകേറ്റവരാണ് KC വേണോവാലും കൊടുക്കുന്ന സുരേഷും ആന്റോണിയും. കുട്ടനാട് പാക്കേജ് നശിപ്പിച്ചവരാണ് കൊടുക്കുന്ന സുരേഷ് KC വേണോവാലും. 1840 കോടി ആരെയും കുറ്റപ്പെടുന്നില്ല. LDF സർക്കാർ ഒന്നും കുറ്റപ്പെടാം. പിന്നെ സോളാറിന്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ പലതും നാടിന്റെ കാര്യം എനിക്ക് പറഞ്ഞു മടിയൊന്നുമില്ല. ഈ KC വേണോവാലും ഞാൻ പറഞ്ഞില്ലേ, ഈ രാഹുൽ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പുള്ളി പോസ്റ്റ് ചെയ്തത്. അത് പ്രത്യേകം പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാണിക്കുന്നത്. നമുക്ക് സാധാരണക്കാരെ നമുക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിലാണ് പോകുന്നത്. ദേശീയ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ബാക്കി എല്ലാവരും മണ്ടന്മാരാക്കുന്നത് നമുക്കൊരു യോജിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ KC വേണോവാലും ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോട്ട് ഹൈക്കോർട്ട് ഉത്തരം എന്ന് പ്രതിഷ്ഠിക്കാൻ ഞാൻ പറയുന്നുള്ളൂ.